പണ്ട് നമ്മൾ പ്രേം നസീറിനെ കാണാനില്ല എന്ന് പറയുന്ന ഒരു സിനിമ, അത് നമ്മുടെ ശ്രീ പ്രേം നസീർ അഭിനയിച്ച ഒരു സിനിമ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ ആളുകൾ തട്ടിക്കൊണ്ടു പോകുന്നതൊക്കെയാണ് അതിൽ കാണിച്ചേക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന് പറയുന്ന, അങ്ങനെ സിനിമ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഒരു വാർത്ത പറഞ്ഞിട്ടുണ്ട്. എന്ന് മുതലാ കാണാനില്ലാത്തതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ, ഈ കന്യാസ്ത്രീകളെ പിടിച്ച് ജയിലിൽ അടച്ചല്ലോ, അത് മുതലാ അദ്ദേഹത്തിനെ കാണാനില്ലാത്തത്. അദ്ദേഹം ഇവിടുന്ന് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് വോട്ടുമൊക്കെ വാങ്ങിച്ച് ജയിച്ചു പോയ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ തൃശ്ശൂർക്കാരുടെ MP ആണ്. മാത്രമല്ല ഒരു കേന്ദ്രമന്ത്രിയാണ്, സഹമന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കാണാനില്ല എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു ആക്ഷേപമാണ്. ഏതായാലും ഈ ഭാഗത്തോട്ട് അദ്ദേഹം വരുന്നില്ല. പണ്ട് മാതാവിന് കിരീടമൊക്കെ കൊടുത്ത് വോട്ടുമൊക്കെ വാങ്ങിക്കൊണ്ട് പോയതാണ്. ഇനി അത് കഴിഞ്ഞ് വന്ന് പുതിയ കിരീടം വീണ്ടും കൊണ്ടുവരും എന്നൊക്കെ പറയുന്നതൊക്കെ കേട്ടായിരുന്നു. ഇനി കൊടുത്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ കിരീട രാജാവിനെ ഇപ്പോൾ ഇവിടെ കാണാനില്ല എന്നുള്ളത് ഒരു പരസ്യമായ രഹസ്യമാണ്. അപ്പോൾ ഇവിടെ ഒരു KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ്, തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരൻ ഇപ്പോൾ പോലീസ് ഒരു പരാതി കൊടുത്തേക്കുക. ഞങ്ങളുടെ MPയും മന്ത്രിയും ഒക്കെ ആയിട്ടുള്ള സുരേഷ് ഗോപിയെ കാണാനില്ല. അത് അദ്ദേഹത്തിനെ എങ്ങനെ ആര് തട്ടിക്കൊണ്ടുപോയി, എവിടെ ഒളിപ്പിച്ചു വെച്ചേക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, സുരേഷ് ഗോപി എന്തിനാണ് ഒളിച്ചു കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒളിച്ചു കളിക്കാൻ തുടങ്ങിയത് ഇതുകൊണ്ട് മാത്രമാണെന്ന് നമുക്ക് കരുതാനാവുന്നില്ല. കാരണം രാഹുൽ ഗാന്ധി ഈ അടുത്ത സമയത്ത് ഒരു വലിയൊരു ബോംബ് തന്നെ പൊട്ടിച്ചിട്ടുണ്ട്. ആ ബോംബെന്ന് പറയുന്നത് ഒന്നുമില്ല, നനഞ്ഞ പടക്കം എന്നൊക്കെ BJPക്കാർ പറയും. പക്ഷേ നനഞ്ഞതാണോ അത് കുളിച്ചതാണോ എന്നുള്ളത് ഇനി കാണാനുള്ള കാര്യമാണ്. ആ പറയുന്നത്, ഒരാൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരത് പറഞ്ഞു എന്നുള്ളതാണ് ഇവർ നോക്കുന്നത്. കാരണം രാഹുൽ ഗാന്ധിയെ പപ്പു ഒന്നും ഗോപാലനും ഒക്കെ വിളിച്ച് ആക്ഷേപിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകളെല്ലാം കൈയടിച്ച് ചിരിക്കും, എല്ലാം റെഡി എന്നൊക്കെ ഉള്ളൊരു ധാരണയാണ്. പക്ഷേ ഇത് രാഹുൽ നന്നായിട്ട് ഹോംവർക്ക് ചെയ്ത് പഠിച്ച് ഒരു മണ്ഡലത്തിലെ കാര്യമാണ്, ഒരു മണ്ഡലത്തിൽ മാത്രം അദ്ദേഹം അതിനകത്തെ പോരായ്മകളും മുഴുവൻ അഴിമതികളും ചൂണ്ടിക്കാണിച്ചു. വോട്ടർ പട്ടികയിലുള്ളത് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞപ്പോൾ എന്തുവാ, ഒരു സ്ത്രീ, ഒരു ശകുൽ റാണിന്നോ എന്തോ അവരുടെ പേര്, അവരുടെ തന്നെ ഒരു മണ്ഡലത്തിൽ തന്നെ അവർ കാണിച്ച ഒരു ബൂത്തിൽ തന്നെ രണ്ടിടത്ത് ആ പട്ടികയിൽ അവരുടെ പേര് പടവും ഇടം പിടിച്ചിട്ടുണ്ട്. ഈ രണ്ടിടവും ആ ബൂത്തിലിരിക്കുന്ന ഏജൻറ്റ് നോക്കിയപ്പോൾ അവർ ടിക്ക് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. കാരണം അവർ വോട്ട് ചെയ്തെന്നുള്ളതാണ് രണ്ടിടത്ത്. പക്ഷേ ഈ ശകുൽ റാണി പറയുന്നു ഞാൻ ഒരു വോട്ടേ ചെയ്തിട്ടുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ ഇത് മുഴുവൻ കള്ളമാണെന്നാണ് ഈ പറയാനൊരു ശ്രമം ഈ ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നത്. നാണമില്ലേ ഇതൊക്കെ? എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് അതപ്പതിക്കാൻ പാടുള്ളതാണോ? ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് വളരെ ഉദാത്തമായ ജോലി ചെയ്യേണ്ട, അത്രത്തോളം ജനാധിപത്യത്തെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു സംവിധാനമാണ്, ഒരു ഭരണഘടനാ സംവിധാനമാണത്, അല്ലാതെ ഒരു രാഷ്ട്രീയ സംവിധാനമല്ല എന്നവരൊന്ന് തിരിച്ചറിയണം. അതെങ്ങനെ അതിനകത്ത് കാണുന്ന രാഷ്ട്രീയക്കാരെയൊക്കെ കുത്തിക്കയറ്റുകയാണ്. അപ്പോൾ അതിനുവേണ്ടി പണ്ട് ജുഡീഷ്യറിയിൽ നിന്ന് ഒരു റെപ്രസെൻറ്റേഷൻ അതിനുണ്ടായിരുന്നു, സുപ്രീം കോടതിയിൽ നിന്ന്. അതായത് ചീഫ് ജസ്റ്റിസും അവർ തിരഞ്ഞെടുക്കുന്ന ഇതിലംഗമായിരുന്നു. പക്ഷേ അത് വളരെ കാര്യമായിട്ട് ഇതങ്ങ് നീട്ടി. കാര്യം എന്താണെന്നറിയോ, അവിടെ കള്ളത്തരം നടക്കത്തില്ല, വലിയ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ സുതാര്യത നമ്മൾ കാണുന്നത്. ഇനി അത് പൊക്കോട്ടെ. ഇനി ഞാൻ പറഞ്ഞ സുരേഷ് ഗോപി ഒളിച്ചു കളിക്കാനുള്ള മെയിനായിട്ടുള്ള കാര്യം എന്താണെന്നറിയോ, ഈ രാഹുൽ ഗാന്ധി പൊട്ടിച്ച ബോംബുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ തൃശ്ശൂരിനെയും ബാധിക്കുന്നതാണ്. പറഞ്ഞ തൃശ്ശൂർ മണ്ഡലത്തിലും ഒരുപാട് അഴിമതി നടത്തുന്നുണ്ട് എന്ന് പറയാനിടയായി. അവസാനം അവിടെ പരിശോധിച്ചെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളും പരിശോധിച്ചു. അതേപോലെ തന്നെ സുനിൽകുമാർ, അവിടെ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരുന്നല്ലോ അദ്ദേഹം, CPIയുടെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹവും ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് പഠിച്ചു വന്നപ്പോൾ എന്താ സംഭവം എന്നറിയാമോ? വലിയ അഴിമതികളാണ് ഒരുപാട് നടന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെളിയിൽ നിന്നൊക്കെ ഉള്ള ആളുകളെ കൊണ്ടുവന്ന് ആ മണ്ഡലത്തിലെ ആളുകളെ അല്ലാത്തവരെ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് പല ഫ്ലാറ്റുകളും കേന്ദ്രീകരിച്ച് ഓരോരുത്തരെ അങ്ങ് അതിനകത്ത് കൊണ്ടാക്കിയേക്കാണ്. അപ്പം ബൂത്ത് നമ്പർ 116 എന്ന് പറയുന്ന ബൂത്തിൽ 1016 മുതൽ 1026 വരെ സീരിയൽ നമ്പറുകാരെന്ന് പറയുന്നതെല്ലാം സുരേഷ് ഗോപിയുടെ സഹോദരനും, അയാൾ ഇവിടെ താമസക്കാരനല്ല, സുരേഷ് ഗോപിയുടെ സഹോദരനും ബന്ധുക്കളുമാണ്. ഈ ഒരൊറ്റ സ്ഥലത്ത്
അങ്ങനെ കൊണ്ടുവന്ന് 11 പേരെയാണ് അത് ഇടിച്ച് കയറ്റിയേക്കുന്നത്. ഈ 11 ഇപ്പോൾ ഇവിടെ താമസമില്ല. അതാണ് കാര്യം. ഇപ്പോൾ വന്ന പട്ടികയിൽ വരില്ല. ഇതാണ് പ്രശ്നം. ഇനി അതേപോലെ തന്നെ ഇപ്പോൾ വാട്ടർ ലില്ലി ഫ്ലാറ്റ് എന്ന് പറയുന്ന ഒരു ഫ്ലാറ്റിലാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കൊണ്ടുവന്ന് അവിടെ ആൾ താമസമുള്ള ഫ്ലാറ്റ് അല്ല, പൂട്ടിക്കിടക്കുകയാണ്. അവിടെ കള്ളത്തരത്തിൽ 30 പേരെയാണ് ആ അഡ്രസ്സിൽ അവിടെ എൻറോൾ ചെയ്തേക്കുന്നത് ഈ വോട്ടർ പട്ടികയിൽ. അവർ വോട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പൊൻകുന്നത്ത് പിന്നെ ഇൻലാൻഡ് ഉദയനഗർ അപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ്, അതിനകത്ത് ഒരേ ഫ്ലാറ്റിൽ തന്നെ ഒരുപാട് പേരെ ആ രീതിയിൽ പല ഫ്ലാറ്റുകളിലും ആളുകളെ കാണിച്ചിട്ടുണ്ട്. ചേലക്കര മണ്ഡലത്തിലെ നിവാസി, അയാൾ ഇവിടെ വോട്ടറാണ്, ഇപ്പോൾ അതില്ല, പട്ടികയിലില്ല. അതേപോലെ തന്നെ തൃപ്പൂണിത്തറക്കാരൻ, അയാൾ ഒരു BJP കാരൻ, അയാൾ അവിടെ പിന്നെ വോട്ടറായിരുന്നു. ഇതൊക്കെയാണ് കാണിച്ചേക്കുന്നത്. എന്നിട്ട് അവിടെ അന്വേഷണം സുനിൽകുമാർ അതിനെക്കുറിച്ച് വിശദമായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അന്വേഷിച്ചപ്പോൾ എന്താ, അയാൾ തൃപ്പൂണിത്തറയാവുള്ളത്, അയാൾ ഇപ്പോഴും ഇവിടെ ഉണ്ട്. അയാൾ പക്ഷേ അവിടുത്തെ വോട്ടറായിരുന്നു അന്ന്. അതേപോലെ തന്നെ പൊൻകുന്നത്ത് തന്നെ പൂങ്കുന്നത്ത്, ഇത് ഞാൻ പറഞ്ഞത് ഈ പൂങ്കുന്നത്ത് ക്യാപിറ്റൽ വില്ലേജ് എന്ന് പറയുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ്, അതിൽ 4C എന്ന് പറയുന്ന അപ്പാർട്ട്മെൻറ്റിൽ പ്രസന്ന എന്ന് പറയുന്ന ഒരു സഹോദരി കഴിഞ്ഞ 4 വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുക. അവർ വേറെ ആരും അവരുടെ കൂടെ താമസമില്ല, അവർ മാത്രമേ ഉള്ള അവിടെ വോട്ടറായിട്ടുള്ളത്. അതിനകത്ത് ഒരു 7 പേര് കേട്ടോ, 7 പേരാണോ 9 പേരാണോ എന്ന് ഞാൻ മറന്നുപോയി. അവർ 7 പേരോ 9 പേരോ ഉണ്ട് അതിനകത്ത്, അവരെയും കൂടെ ആയിട്ടുണ്ട്. ഇവരാരാന്ന് ഈ സ്ത്രീക്ക് അറിയില്ല. അവർ പറഞ്ഞ് അവർ പരാതി അതിന് കൊടുത്തു, ആരാണ്ട് ഒപ്പിട്ട് ഇവരുടെ പരാതി കൊണ്ട് കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കളക്ടർ തന്നെ പറഞ്ഞ മറുപടി എന്തെന്നറിയോ, ഇതിനകത്ത് പേരുണ്ടെങ്കിൽ വോട്ട് ചെയ്ത് വെക്കൂ. കാരണം വോട്ടർ പട്ടികയൊക്കെ നേരത്തെ കൊടുത്ത ഈ വോട്ടർ പട്ടികയൊക്കെ പരിശോധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ, ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി ചെയ്തതുപോലെ ഇത് മെനക്കെട്ട് നോക്കുക എന്ന് പറയുന്നത് ആരും ചെയ്യുന്ന ഒരു പണിയല്ല. രാഹുൽ ഗാന്ധി ഇത് വളരെ വിശദമായിട്ട് പരിശോധിച്ച് പഠിച്ചത് കൊണ്ടാണ് ഇത്രത്തോളം വലിയ അഴിമതി ഇതിനകത്ത് നടന്നേക്കുന്നതായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അഴിമതി ആര് ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതല്ല, അതിനകത്ത് വാസ്തവമാണോ വാസ്തവവിരുദ്ധമാണോ എന്നുള്ളത് മാത്രം ആണ് അല്ലേ അന്വേഷിക്കേണ്ടത്. ഒരു കാര്യം, ഒരു പ്രോബ്ലം, ഒരു ചോദ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി പറയുന്നതിന് പകരം അത് ആര് ചോദിച്ചു എന്നുള്ളതാണ് ഇവരൊക്കെ നോക്കുന്നത്. അങ്ങനെയല്ലല്ലോ വേണ്ടത്. പക്ഷെ അതിന് പകരം ആ രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ഇതാണ് നമ്മൾ നോക്കിക്കോളൂ. ഇപ്പോൾ ഏതായാലും ഇപ്പോൾ സുരേഷ് ഗോപിയെ കാണാനില്ല എന്നുള്ള വാർത്ത പുറത്തേക്ക് വരികയാണ്. ഇതേപോലെ കാണാനില്ല എന്ന് പറയപ്പെടുന്ന ഒരാൾ ഇപ്പോൾ നമ്മുടെ ഉപരാഷ്ട്രപതിയായിരുന്നു. കഴിഞ്ഞ 21-ാം തീയതി അദ്ദേഹം രാജി സമർപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യപരമായ കാരണങ്ങൾ, അതൊന്നുമല്ല കാരണം എന്നുള്ളത് നമ്മളെല്ലാം മനസ്സിലാക്കി, നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അദ്ദേഹത്തെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഈ സഞ്ജയ് റാവത്ത് എന്ന് പറയുന്ന MP, അദ്ദേഹം ശിവസേനയുടെ MP ആണ്. അദ്ദേഹം ഇതുപോലെ ഒരു പരാതി ഉന്നയിച്ചിട്ടുണ്ട്, കാണാനില്ല. എവിടെ? അത് കേസ് കൊടുക്കേണ്ടതായിട്ട് വരും, ഹേബിയസ് കോർപ്പസ് കൊടുക്കേണ്ടതായിട്ട് വരും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതേപോലെ തന്നെ കപിൽ സിബൽ ഒരു പത്രസമ്മേളനം തന്നെ ഇതിനെല്ലാം നടത്തിയിട്ടുണ്ട്. ജഗദീപ് ധൻഖർ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട്. കാരണം അദ്ദേഹത്തിന് ഒരു യാത്രയപ്പോൾ കൊടുക്കാൻ പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടെ കരുതിയിരുന്നെങ്കിലും നടന്നില്ല. അപ്പോൾ അദ്ദേഹം എവിടെ എന്ന് അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്യാൻ മാർഗമില്ല. അദ്ദേഹം ഹൗസ് അറസ്റ്റിലാണെന്ന് പറയപ്പെടുന്നു. ഈ രീതിയിലേക്ക് പോകുന്നുണ്ട് കാര്യങ്ങൾ. അപ്പോൾ അത് മിക്കവാറും അത് കേസാവും. ഹേബിയസ് കോർപ്പസ് ആരെങ്കിലും മൂവ് ചെയ്യാനായിട്ട് സുപ്രീം കോടതിയോ ഹൈക്കോടതിയിലോ മൂവ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ സുരേഷ് ഗോപിക്ക് എവിടെയാണെന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ ജ്യോത്സ്യന്മാരുടെ സഹായത്തോടുകൂടി ആളുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക, ഇദ്ദേഹം എവിടെയാണെന്നൊന്ന് അറിയാൻ. അത് ഇനി എവിടെയൊക്കെ വെച്ച് നോക്കണം. എല്ലാം അവസാനം നോക്കി ഇനി കണ്ടുപിടിക്കേണ്ട ഗതികേടിലിരിക്കുകയാണ്. മാത്രമല്ല, ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ, വെളിയിൽ നിന്നുള്ള ഒരാൾ വോട്ട് ചെയ്യാൻ വരുമ്പോൾ, തൃശ്ശൂർ വോട്ട് ചെയ്യാൻ വരുമ്പം തൃശ്ശൂരിൽ MP എന്ന് പറയുന്നത് തൃശ്ശൂർക്കാരുടേതാണ് ആയിരിക്കണം. കാരണം തൃശ്ശൂർ നിവാസികളാണ് അവിടുത്തെ MP തിരഞ്ഞെടുക്കേണ്ടത്. അവരുടെ റെപ്രസെൻറ്റേഷനാണോ വരുന്നത്? വെളിയിൽ നിന്നുള്ള ആളുകളെ ഇതുപോലെ കൊണ്ടുവന്ന് ധാരാളം ആളുകളെ കൊണ്ടുവന്നിട്ട് 10,000-കണക്കിന് പേരെ ഇതേപോലെ എൻറോൾ ചെയ്ത് കള്ളത്തരത്തിൽ വോട്ട് വാങ്ങിയെടുത്തിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ഇത് അന്വേഷിക്കപ്പെടും എന്നുള്ള വിവരം ശ്രീ സുരേഷ് ഗോപിക്ക് അറിയാം. എൻ്റെ അഭിപ്രായത്തിൽ അതുകൊണ്ടായിരിക്കാം ഈ കൂടുതൽ ഒളിച്ചുകളി. പിന്നെ അത് മാത്രമല്ല, അടി വടക്കേ ഇന്ത്യയിൽ ഒരു തുടർക്കഥയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇന്നലെയും ഈ ഛത്തീസ്ഗഡിൽ ഒരു ആരാധന നടത്തിക്കൊണ്ടിരുന്ന
പെന്തക്കോസ്ത് വിശ്വാസികൾ അവർ കൈയിട്ട് പാട്ട് പാടിക്കൊണ്ടിരുന്നവരാണ്, അവർ പ്രാർത്ഥനയായിരുന്നു. അതിൻ്റെ ഇടയിൽ ബജ്റംഗി ദളെന്നും പറഞ്ഞ് കയറി അവരെ എടുത്തിട്ട് വാരി എടുത്തിട്ട് അടിച്ചു നാശമാക്കി. അവസാനം എന്തുവാ, അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഇവരെയും കൊണ്ടുപോയി ഈ പ്രതികളെ പിടിച്ചുകൊണ്ട് പോവുക. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഇവർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പൊതുവെ വീണ്ടും തല്ലി. ഇതാണ് നടക്കുന്നത്. അപ്പോൾ സുരേഷ് ഗോപിക്ക് ഇവിടെ മുഖം കാണിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. കാരണം ഇവിടെ ഈ പിന്നെ കിരീടം മാതാവിന് കൊടുക്കുകയാണ്, നേരെ മറിച്ച് അവിടെ അടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. വാരിയിട്ട് പോതിരെ അടിക്കുക, അച്ഛന്മാരുടെ എല്ലാം അടിച്ച് ഉടുപ്പും വലിച്ചു കീറി ആ രീതിയിലാണ് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടെ ഉള്ള ഈ ഇതിനു വേണ്ടി നടക്കുന്നവന്മാരുണ്ടല്ലോ, അവരാരെങ്കിലും തിരിച്ചറിയുന്നുണ്ടോ? ഇത് തിരിച്ചറിയണം കേട്ടോ, അതാ വേണ്ടത്.